Namaste. Welcome to S for Science. Strength doesn't come from what you do. It comes from overcoming the things that you fear to do. With this motivational thought, let's start today. This is our part 3 of physics chapter electricity. Today we are going to learn about Ohm's law. Before that, let's have a recap. In the first two videos, we have discussed about electric charges, electric current, unit of electric current, and the relationship between current and charge. And also about potential difference and a relationship between potential difference and charge. Today, we are going to learn about the relationship between potential difference and electric current through Ohm's law. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് കറൻറ്റും കൂടി റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന്. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ആക്ടിവിറ്റിക്ക് വേണ്ട ഒരു സെറ്റപ്പാണ് ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് സർക്യൂട്ട്. നിങ്ങൾ ലാബിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ ചെയ്യും. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാമിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യമേ നമുക്ക് ഒരു വോൾട്ട് മീറ്റർ വേണം. വോൾട്ട് മീറ്റർ എപ്പോഴും നമുക്കറിയാം പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എവിടെയാണ് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? എക്സ് വൈ എന്നുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഈ സിഗ്സാഗ് ലൈൻസ് എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അത് നിക്രോം വയറാണ്. ഓക്കെ, നിക്രോം വയറാണ്. എന്താണ് ഈ നിക്രോം വയർ? ഇതൊരു അലോയ് ആണ്. അലോയ് എന്ന് പറയുന്നത് നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും മാംഗനീസ് ആൻഡ് അയൺ ഇതിന്റെ ഇത്രയും കൂടി ഒരു അലോയ് ആണ് നിക്രോം. അപ്പൊ ആ നിക്രോം വയറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മീൻസ് മെഷർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വോൾട്ട് മീറ്റർ നമ്മൾ ഈ നിക്രോം വയറിന് പാരലലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു അമ്മീറ്റർ വേണം, പിന്നെ ഒരു പ്ലഗ് വേണം. പിന്നെന്താണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്? 4 സെല്ലാണ് എടുത്തിരിക്കുന്നത്. ഓരോ സെല്ലും 1.5 വോൾട്ടിന്റെ വീതമാണ് ഓരോ സെല്ലും. അപ്പം 1.5 വോൾട്ടിന്റെ 4 സെല്ല് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം കറണ്ടിന്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ, കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പം സെല്ലിന്റെ പോസിറ്റീവും വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവും അതുപോലെ സെല്ലിന്റെ പോസിറ്റീവും അമ്മീറ്ററിന്റെ പോസിറ്റീവും ഒക്കെ ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത, ഫസ്റ്റ് ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റപ്പ് നമ്മൾ ചെയ്തു വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൻ്റെ 12.1 ആക്ടിവിറ്റിയിൽ നിങ്ങൾ നോക്കാമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്കൊരു ടേബിൾ കാണാം. നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണുന്നുണ്ട് ആ ടേബിൾ. അപ്പം ആ ടേബിളിലാണ് നമ്മൾ ഇതിൻ്റെ റീഡിങ്സ്, അതായത് വോൾട്ട് മീറ്ററിൻ്റെ ആയാലും അമ്മീറ്ററിൻ്റെ ആയാലും റീഡിങ്സ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ കാണാം എന്താണ് ഇവിടെ ഞാനൊരു ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഈ ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നത് 1.5 വോൾട്ടിൻ്റെ ബാറ്ററി ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. ആ സമയത്ത് വോൾട്ട് മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും നോക്കും. അപ്പം വോൾട്ട് മീറ്റർ റീഡിങ് നമ്മൾ നോട്ട് ചെയ്യുക, അതേപോലെ തന്നെ അമ്മീറ്റർ റീഡിങ്ങും നോട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്താണ് ഈ നിക്രോം വയറിൻ്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വോൾട്ട് മീറ്റർ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പം വോൾട്ട് മീറ്റർ റീഡിങ് നമ്മൾ നോക്കുന്നു, അതേപോലെ തന്നെ അമ്മീറ്റർ റീഡിങ്ങും നോക്കുന്നു. അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ നിക്രോം വയറിലൂടെ എത്ര കറണ്ട് പോയെന്നാണ് ഈ അമ്മീറ്റർ റീഡിങ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എത്ര വോൾട്ട് മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്തതെന്നാണ് ഈ വോൾട്ട് മീറ്റർ റീഡിങ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് 1.5 വോൾട്ടിന്റെ സെല്ല് കണക്ട് ചെയ്തപ്പോൾ ഉള്ള വോൾട്ട് മീറ്റർ റീഡിങ് എത്രയാണെന്ന് എഴുതുക, അമ്മീറ്റർ റീഡിങ് എത്രയാണെന്ന് എഴുതുക. അതിനുശേഷം നമ്മൾ ഇനി ഈ കണക്ഷൻ മാറ്റിയിട്ട് 1.5 സെല്ലും കൂടി ഇതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ കണക്ഷൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കും. ഇവിടുന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എത്രയായി? 1.5 + 1.5. അപ്പം ടോട്ടൽ 3 വോൾട്ടിന്റെ സെല്ലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സമയത്തുള്ള വോൾട്ട് മീറ്റർ റീഡിങ്ങും നോക്കുക, ആ സമയത്തുള്ള അമ്മീറ്റർ റീഡിങ്ങും നോക്കുക. പിന്നീട് നമ്മൾ വീണ്ടും ഈ 1.5 വോൾട്ടിന്റെ ഒരു സെല്ലും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പം ടോട്ടൽ 4.5 വോൾട്ടിന്റെ സെല്ലാണ് ഇപ്പം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, 3 ആയപ്പോൾ. ആ സമയത്ത്
വോൾട്ട് മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും നോക്കുക. ഏറ്റവും ലാസ്റ്റ് 4ാമത്തെ സെല്ലും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ആ സമയത്ത് ടോട്ടൽ എത്രയായി? 6 വോൾട്ടിൻ്റെ സെല്ലാണ് ഇപ്പം നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാമിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് വോൾട്ട് മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും നമ്മൾ നോക്കി എഴുതുക. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് വോൾട്ടേജും അമ്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടുമാണ്. അപ്പം ഈ 2 വാല്യൂസ് വെച്ചിട്ട് നമുക്ക് V/I എന്നുള്ള ഒരു കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ടേബിളിൽ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കോളം V/I എന്നുള്ളൊരു ഇതാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ V/I എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഇൻഫറൻസ് എന്താണ്, അതായത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഇപ്പം പറയാം. ഇപ്പം നമ്മൾ ഈ V/I കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഒരേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്നത്. അതായത് 1.5 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ 3 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴും അങ്ങനെ നമ്മൾ സെല്ലിൻ്റെ വോൾട്ടേജ് കൂട്ടും തോറും ഇവിടെ ഉണ്ടാവുന്ന വോൾട്ട് മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന V/I എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? V is directly proportional to I. അതായത് V കൂടുന്നതനുസരിച്ച് വോൾട്ട് മീറ്റർ റീഡിംഗ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് കറണ്ടും കൂടുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? V is directly proportional to I. അപ്പം ഇത് കണ്ടുപിടിച്ചത് 1827 ഒരു ജർമ്മൻ ഫിസിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. ജോർജ് സൈമൺ ഓം ആണ് ഇത് കണ്ടുപിടിച്ചത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചത് 1827 ജോർജ് സൈമൺ ഓം ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചത്. അപ്പം ജോർജ് സൈമൺ ഓം ഫോർമുലേറ്റ് ചെയ്ത ഒരു ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഓംസ് ലോ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം അതാണ് ഇനി നമ്മൾ പറയുന്നത്. ഈ ഒരു ചെറിയ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഓംസ് ലോ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് potential difference across the ends of a metallic wire in an electric circuit is directly proportional to the current flowing through it. ഇവിടെ it എന്ന് പറയുന്നത് ത്രൂ മെറ്റാലിക് വയർ ആണ്. അപ്പോൾ ഇവിടെ വെച്ച് ഇത് തീർന്നിട്ടില്ല, ഓംസ് ലോ തീർന്നിട്ടില്ല. എന്താണ്? ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സാധാരണ പരീക്ഷയ്ക്കൊക്കെ ചെയ്യുന്നത് ഓംസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രമേ എഴുതുള്ളൂ. ഈ പ്രൊവൈഡഡ് ദാൻ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ് എന്നുള്ളത് എഴുതാണ്ടിക്ക് പോരും, അപ്പം മാർക്ക് കിട്ടൂല. അത് തെറ്റാണ്. ഓംസ് ലോ ആരാണ് ഫോർമുലേറ്റ് ചെയ്ത്? ജോർജ് സൈമൺ ഓം. അപ്പം ജോർജ് സൈമൺ ഓം പറഞ്ഞിരിക്കുന്ന ഓംസ് ലോ തന്നെ നമ്മളും പറയണം. അതുകൊണ്ടാണ് എന്തെങ്കിലും ലോയോ തിയറിയോ ഒക്കെ ഉണ്ടെന്ന് തിയറംസോ ഒക്കെ ഉള്ളതെന്ന് നമ്മൾ അതേപോലെ എഴുതണം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഓംസ് ലോ പറഞ്ഞു നോക്കാം. എന്താണ് ഓംസ് ലോ? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ് ഓഫ് എ ഗിവൺ മെറ്റാലിക് വയർ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് പ്രൊവൈഡഡ് ദാറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലേ? അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു വയറും മനസ്സിൽ സങ്കല്പിച്ചിട്ട് അതിൻ്റെ എൻസിലൂടെ പോകുന്ന പൊട്ടൻഷ്യൽ, അതായത് അതിൻ്റെ എൻസിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിലൂടെ പോകുന്ന ഇലക്ട്രിക് കറന്റിന് പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് ഓംസ് ലോ. എപ്പോഴാണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു ഇക്വേഷനിലോട്ട് വരാം. V is directly proportional to I എന്നാണ് പറയുന്നത് അല്ലേ? V is directly proportional to I. നമ്മൾ ഈ ടേബിളിലൂടെ നമ്മൾ കണ്ടു V/I എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എല്ലായിടത്തും. അതായത് ഏത് വാല്യൂ, വിയുടെ ഏത് വാല്യൂവിനും ഐയുടെ ഏത് വാല്യൂ എന്ന് വെച്ചാൽ ഒരേപോലെ ഒരു വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ വയറിന് അക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിൻ്റെയും കൂടി നമ്മൾ V/I കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് കറണ്ടും കൂടുന്നുണ്ട്. അപ്പം അതൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം V/I ഈസ് എ കോൺസ്റ്റന്റ്.
അപ്പോൾ ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് ആർ. ഓക്കെ, വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ. അപ്പം വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് ആർ ഈസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പം പുതിയൊരു വേർഡാണ് പഠിച്ചത്, റെസിസ്റ്റൻസ്. ഇനി റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഓംസ് ലോ വെച്ചിട്ട് ഒരു വി ഐ ഗ്രാഫ് വരയ്ക്കാനുണ്ട്. ഓക്കെ, വി ഐ ഗ്രാഫ് വരച്ചതിന് ശേഷം നമുക്ക് റെസിസ്റ്റൻസ് എന്താണെന്ന് പറയാം. ഇപ്പൊ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആൻഡ് വി ബൈ ഐ ഈസ് എ കോൺസ്റ്റന്റ്. ദെയർഫോർ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് മാറ്റിയത് ആർ ആണ്. ദാറ്റ് ഈസ് ആർ ആണ് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഓംസ് ലോയ്ക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആറും, അതുപോലെ തന്നെ ഇനി പറയാം ഈ സർക്യൂട്ട് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. സർക്യൂട്ട് ഡയഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോണം. ഇവിടെ ഉപയോഗിക്കുന്ന വയർ നിക്രോം വയറാണ്. പിന്നെ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഗ്രാഫാണ്, വി ഐ ഗ്രാഫ് എന്ന് പറയും. അതായത് വിയും ഐയും വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫ്. വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ വൈ ആക്സിസിൽ വി, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്സ് ആക്സിസിൽ കറണ്ടുമാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്സ് ആക്സിസിൽ കറണ്ടും എടുക്കും. എന്നിട്ട് നമ്മളിവിടെ നമുക്ക് കിട്ടിയേക്കുന്ന റീഡിങ്സ്, ഓരോ റീഡിങ്സും നമ്മളിവിടെ എഴുതും. എഴുതി കഴിയുമ്പോൾ നമുക്ക് അതായത് കറണ്ട് എത്ര കിട്ടി എന്നുള്ളത് നമ്മളിങ്ങനെ ഇവിടെ നോട്ട് ചെയ്യും. ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് വൈ ആക്സിസിൽ നോട്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഈ ഒരു സ്ലോപ്പിലായിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതാണ് വി ഐ ഗ്രാഫ്. അപ്പം വി ഐ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസസ് കറണ്ട് ഇൻക്രീസസ്, അല്ലെങ്കിൽ ആസ് കറണ്ട് ഇൻക്രീസസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രാഫ്, വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഈ വി ഐ ഗ്രാഫിനെ ബേസ് ചെയ്ത് കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വി ഐ ഗ്രാഫിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് സ്ലോപ്പ് ഓഫ് വി ഐ ഗ്രാഫ്. എന്താണ് സ്ലോപ്പ്? ഓർമ്മയുണ്ടോ? നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമ്മളിപ്പം 2 പോയിന്റ് ഇതിലെടുക്കുന്നു. ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വൈ ആക്സിസിനും എക്സ് ആക്സിസിലേക്കും 2 ലൈൻ വരയ്ക്കും. പിന്നെ വേറൊരു ലൈന് നമ്മൾ ഇതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വൈ ആക്സിസിലേക്കും എക്സ് ആക്സിസിലേക്കും സ്ലോപ്പിൽ നിന്ന് തന്നെ വരയ്ക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യും. ഈ ട്രയാങ്കിൾ, ഓക്കെ, ഈ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യും. ഈ ട്രയാങ്കിൾ തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പാണ്. ഈ ഒരു വി ഐ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. അതായത് ഇതിപ്പം I1ഉം I2ഉം ആയിരിക്കും. ഇത് V2ഉം ഇത് V1, അതായത് V1 V2 I1 I2. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് നമ്മൾ V ബൈ I കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു V ബൈ I എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? സ്ലോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് V ബൈ I വെച്ചിട്ടാണ്. അപ്പം V ബൈ I നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? റെസിസ്റ്റൻസ്. അപ്പം സ്ലോപ്പ് ഓഫ് എ വി ഐ ഗ്രാഫ് ഗിവ്സ് ദ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. നമുക്ക് കുറേ വാല്യൂസ് തരും. അതിനകത്തുനിന്ന് വി ഐ ഗ്രാഫ് വരച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ച് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വി ഐ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വി എപ്പോഴും നമ്മൾ വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ ഐയു ആണ് നമ്മൾ എടുക്കുന്നത്. എക്സ് ആക്സിസിൽ ഐയു ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 ഗ്രാഫ് ഇങ്ങനെ തന്നിരിക്കും. 2 ഗ്രാഫല്ല, 2 സ്ലോപ്പ് നമുക്കിങ്ങനെ തന്നിരിക്കും. ഇത് ഈ 2 സ്ലോപ്പും തന്നിട്ട് ഇതിപ്പോൾ എ എന്നും ഇത് ബി എന്നും പറഞ്ഞിട്ട് 2 സ്ലോപ്പ് തരും. എന്നിട്ട് നമ്മളോട് പറയും ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളതെന്ന്. ഓക്കെ, ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളതെന്ന്, എയ്ക്കാണോ ബിക്കാണോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, ഈസിയാണ്. സ്ലോപ്പ് കൂടുതലുള്ളതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ്. അതായത് സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസിൽ നിന്ന് കൂടുതൽ ആംഗിളിൽ നിൽക്കുന്നതിനെയാണ്
കൂടുതൽ സ്ലോപ്പ്. അതായത് ഇത് ബി ചെറിയ ആംഗിളിലാണ് നിൽക്കുന്നത്, എ വലിയ ആംഗിളിലാണ് നിൽക്കുന്നത്. അപ്പം എയ്ക്കായിരിക്കും എന്ത്, എ ആണ് എക്സ് ആക്സിസിൽ നിന്ന് കൂടുതൽ ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം എയ്ക്കായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് എയ്ക്കായിരിക്കും കൂടുതൽ, ബിക്ക് റെസിസ്റ്റൻസ് ഇതിനെ കമ്പയർ ചെയ്തിട്ട് കുറവായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ഉള്ളത്. ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? സർക്യൂട്ട് ഡയഗ്രാം, അതിനോടൊപ്പം തന്നെ ഈ ഇക്വേഷൻ V/I = R എന്നുള്ളൊരു ഇക്വേഷൻ, അതുപോലെ തന്നെ VI ഗ്രാഫ് എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വാല്യൂസ് വരെ നിങ്ങളോട് ചിലപ്പം വരയ്ക്കാൻ വരെ ചോദിച്ചെന്ന് വരാം. ഗ്രാഫ് പേപ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അറിയാമല്ലോ ബോർഡ് എക്സാമിന്. അപ്പം ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾക്ക് ഇത് വരച്ച് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് റെസിസ്റ്റൻസിൻ്റെയൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗ്രാഫിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കാൽക്കുലേഷനിലേക്ക് വരാം. എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് ഇനി പറയാം. അപ്പം നമുക്കിനി റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ, നമ്മൾ ഏത് കണ്ടക്ടർ, ഇപ്പം നമ്മളിവിടെ ഉപയോഗിച്ചത് നിക്രോം വയറാണ്. അപ്പം നിക്രോം വയറിൻ്റെ എന്താണ് പ്രോപ്പർട്ടിയാണ് ഇവിടെ റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അതായത് നമ്മളിവിടെ VI ഗ്രാഫും അല്ലെങ്കിൽ VI വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അമ്മീറ്റർ റീഡിങ്, വോൾട്ട് മീറ്റർ റീഡിംഗ് ഒക്കെ നമ്മൾ എഴുതിയില്ലേ. അത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ഇവിടെ ഉപയോഗിച്ച മെറ്റീരിയലിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന R. ഓക്കെ, അപ്പോൾ അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഒരു മെറ്റീരിയലിന് സ്പെസിഫിക് ആയിരിക്കും ഈ ഒരു റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഈ നിക്രോം വയറാണ് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ നിക്രോം വയർ. അപ്പോൾ ആ നിക്രോം വയർ ആ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ തരുന്ന വാല്യൂ ആണ് ഈ ഒരു R എന്ന് പറയുന്നത്. അപ്പം R എന്ന് പറയുന്നത് ആക്ച്വലി റെസിസ്റ്റൻസ് ആണ്. എന്താണ് റെസിസ്റ്റൻസ്? ആ വേർഡിൽ തന്നെയുണ്ട് റെസിസ്റ്റ്, അല്ലെ? റെസിസ്റ്റ് ചെയ്യുക. എന്തിനെയാണ് ഇവിടെ റെസിസ്റ്റ് ചെയ്യുന്നത്? ഫ്ലോ ഓഫ് കറണ്ടിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ 2 എൻഡിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ വയറിന്റെ 2 എൻഡിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്തിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് ആ ഒരു നിക്രോം വയർ റെസിസ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഓപ്പോസസ് the flow of current through it. Okay, so resistance is the property of the material which resists the flow of current through it. നമ്മളിപ്പോൾ ഇവിടെ കോപ്പർ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വ്യത്യാസം വരും, ഈ ആറിന് വ്യത്യാസം വരും. നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ R ആയിരിക്കില്ല നമ്മൾ കോപ്പർ വയർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്കിതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പം SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് ഓം ആണ്. OHM ഓം അറിയാമല്ലോ. ജോർജ് സൈമൺ ഓം ആണിത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഓം എന്നാണ് നമ്മുടെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റിനെ പറയുന്നത്. ഇനി നമ്മൾ ഈ ഓമിനെ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്റർ ഒമേഗ വെച്ചിട്ടാണ്. ഇതാണ് ഒമേഗ. ഓക്കെ, ഇത് ഗ്രീക്ക് ലെറ്റർ ഒമേഗ വെച്ചിട്ടാണ് നമ്മൾ വായിക്കുമ്പോൾ ഇതിനെ ഓം എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇതാണ് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. So let us see how can we define 1 ohm. 1 ohm is the resistance of the conductor through which 1 ampere of current is flowing when 1 volt of potential difference is applied to it. So 1 ohm is 1 volt by 1 ampere. Now let us define once again. 1 ohm is the resistance of the conductor through which 1 ampere of current is flowing when a potential difference of 1 volt is applied to it. Clear ആയില്ലേ? ഇത്രയേ ഉള്ളൂ 1 ഓമിന്റെ ഡെഫിനിഷൻ. അപ്പം 1 ഓമിന്റെ ഡെഫിനിഷൻ ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഓംസ് ലോയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? ആദ്യമേ തന്നെ സർക്യൂട്ട് ഡയഗ്രാം നല്ല രീതിയിൽ വരച്ചിരിക്കണം. നല്ല നീറ്റായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക സർക്യൂട്ട് ഡയഗ്രാം. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഇക്വേഷൻ, നമ്മൾ എങ്ങനെയാണ് R = V/I എന്നുള്ള ഇക്വേഷനിലേക്ക് വരുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇവിടെ V/I = R എന്നാണ് പറയുന്നത്. R എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്, അത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിനെ ബേസ് ചെയ്തിരിക്കുകയാണ്, മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്.
എന്തിനു വേണ്ടി? ടു ഒപ്പോസ് അല്ലെങ്കിൽ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ഇറ്റ്. ആ ഒരു മെറ്റീരിയലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓം ആണ്. ഓം നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്റർ ഒമേഗ വെച്ചിട്ടാണ്. നമ്മൾ പക്ഷെ എപ്പോഴും പറയുന്നത് ഓം എന്നായിരിക്കും. ഇനി 1 ഓം നമ്മളിപ്പം ഡിഫൈൻ ചെയ്ത് പഠിച്ചു. ഇനി ഇതിനകത്ത് പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് VI ഗ്രാഫ് ആയിരുന്നു. അത് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ എങ്ങനെ നമുക്ക് എളുപ്പം ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ എങ്ങനെ പഠിച്ചു വെക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഉള്ള ഇക്വേഷൻ V/I is equal to R എന്നാണ്. അതായത് V is equal to I into R. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് മുകളിൽ നമുക്ക് V എഴുതാം, താഴെ Iയും ഇവിടെ R. V is equal to I into R. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് R ആണ്, റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ V/I, ദാറ്റ് ഈസ് ഇവിടെ ഡിവൈഡ് ആണ് അല്ലേ. ഇനി നമുക്ക് I ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ V/R, ഇവിടെയും ഡിവിഷൻ ആണ് വരിക. അപ്പൊ ഇവിടെ മാത്രം മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ ഇത് രണ്ടും കൂടിയാണെന്ന് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിവിഷൻ, ഇത് രണ്ടും കൂടിയാണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ. ഇവിടെ മാത്രമാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം ഇതും നമുക്ക് ഈസി ആയല്ലോ. അപ്പൊ ഓംസ് ലോയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് V is equal to I into R എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓംസ് ലോയിലുള്ളത്. ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഒരിക്കലും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത്, നല്ല രീതിയിൽ തന്നെ പഠിക്കണം. വീഡിയോ കാണുമ്പോൾ 2-3 വട്ടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നല്ല രീതിയിൽ ഓർമ്മ വരും. നിങ്ങൾ എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരച്ചതെന്നും സർക്യൂട്ട് ഡയഗ്രാമിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നും നിക്രോം വയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നും നിക്രോം വയറിൻ്റെ അക്രോസ് എന്തുകൊണ്ടാണ് വോൾട്ട് മീറ്റർ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നതെന്നും എല്ലാം നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ടാബ്ലേറ്റ് ചെയ്യുന്ന ടേബിളും കൂടി നിങ്ങൾ ഒന്ന് നോക്കിയേക്കണം. ടെക്സ്റ്റ് ബുക്കിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് തന്നെയുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു സ്ക്രീനിൽ. അപ്പം നിങ്ങളതൊന്ന് നോക്കിയേക്കണം. പിന്നെ നമ്മൾ കാൽക്കുലേഷൻസിന് യൂസ് ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. V is equal to I into R എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പം അത് എളുപ്പമായിട്ട് തോന്നും. പിന്നെന്താണ് 1 ഓം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. അപ്പം 1 ഓം എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇത്രയും കാര്യങ്ങളും ഓംസ് ലോയിലുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പഠിക്കണം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമാണ് ഓംസ് ലോ നമുക്ക് ഈ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പറയാണ്, ഓംസ് ലോന്റെ ആപ്ലിക്കേഷൻ, ഓംസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ഓംസ് ലോന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്നിരുന്നാലും ഓംസ് ലോന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് വോൾട്ടേജ്, ഇലക്ട്രിക് കറണ്ട് ഓർ റെസിസ്റ്റൻസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൽ വോൾട്ടേജ് ഡ്രോപ്പിന് വേണ്ടി നമ്മൾ ഓംസ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയും നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി ഓംസ് ലോയ്ക്ക് ലിമിറ്റേഷനും ഉണ്ട്. ആപ്ലിക്കേഷൻ ഉള്ളതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഉണ്ട്. ഫസ്റ്റ് ലിമിറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മാത്രമാണ് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസ് ആയിരിക്കണം. മെറ്റാലിക് കണ്ടക്ടറിൽ മാത്രമേ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇനി വരുമ്പോൾ, അതായത് ഇതിൻ്റെ ബാക്കി പോർഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകും. അപ്പം മെറ്റാലിക് കണ്ടക്ടർ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇതിൻ്റെ ലിമിറ്റേഷൻ ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മെറ്റാലിക് കണ്ടക്ടറിൽ മാത്രമേ ഉള്ളൂ. സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഹയർ ക്ലാസ്സിലാണ് ഇത് പഠിക്കുന്നത്. ആ സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ലിമിറ്റേഷൻസും ആപ്ലിക്കേഷൻസും ഒക്കെ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ റെസിസ്റ്റൻസിനെ കുറിച്ച് കുറച്ച് കാര്യം കൂടി അറിയാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിനി ഈ റെസിസ്റ്റൻസിനെ ഐയുടെ ടേംസിൽ എഴുതാൻ പോവാണേ. I is equal to എന്തായിരിക്കും? V/R ആണ് അല്ലേ? V/R, അതായത് I is inversely proportional to R അല്ലേ? I is inversely proportional to R എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അതായത് I ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ I കുറയും. ഈ രീതിയിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. ഇത്രയും മാത്രം ഓർത്തിരിക്കുക. അപ്പം I ഡബിൾ ചെയ്യുമ്പം R എങ്ങനെയായിരിക്കും?
ഐ ഡബിൾ ചെയ്യുമ്പോൾ ആർ എങ്ങനെയായിരിക്കും? ആർ ഹാഫ് ആയിട്ട് കുറയും. ഓക്കെ, ഐ ഡബിൾ ചെയ്യുമ്പം ആർ ഹാഫ് ആയിട്ട് കുറയും. അതുപോലെ തന്നെ ആർ ഡബിൾ ചെയ്യുമ്പം ഐ ഹാഫ് ആയിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മനസ്സിലായോ? ഐ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. റെസിസ്റ്റൻസിനെ പറ്റിയുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഐയും ആറും തമ്മിലുള്ള റിലേഷനെ റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് റിയോസ്റ്റാറ്റ്, അതുപോലെ തന്നെ വേരിയബിൾ റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ നമ്മൾ വേരിയബിൾ റെസിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ സർക്യൂട്ട് ഡയഗ്രാംസിന്റെ സിമ്പിൾ പഠിച്ചപ്പം, കമ്പോണൻസ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാമിന്റെ സിമ്പിൾ നമ്മൾ പഠിച്ചപ്പം റിയോസ്റ്റാറ്റും വേരിയബിൾ റെസിസ്റ്റൻസും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമേ നമുക്ക് റിയോസ്റ്റാറ്റ് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു പിക്ചർ കാണുന്നുണ്ടാവും. അതിൽ ഇങ്ങനെ വയർ ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സിലിണ്ടറിൽ ഇങ്ങനെ ചുറ്റിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ? അതാണ് റിയോസ്റ്റാറ്റ്. ഓക്കെ, റിയോസ്റ്റാറ്റിന്റെ മുകളിൽ ഒരു മൂവിങ് സ്കെയിൽ ഉണ്ട്, കണ്ടോ? ആ മൂവിങ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസ്, അതായത് ആ മൂവിങ് സ്കെയിൽ നമ്മളിങ്ങനെ മാറ്റുന്നതനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അതായത് ഒരു കണ്ടക്ടറിൽ നമ്മൾ സെല്ലൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത്ര റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ എത്ര കറണ്ടും എത്ര വോൾട്ടേജും ആണ് അവിടെ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയേ നമ്മൾ ഈ ഒരു റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിയോസ്റ്റാറ്റിൽ നമ്മൾ ആ മൂവിങ് സ്കെയിൽ ഇങ്ങനെ അങ്ങോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും എൻഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ മാക്സിമം റെസിസ്റ്റൻസും അടുത്ത എൻഡിലേക്ക് കൊണ്ടുവരികയും മിനിമം റെസിസ്റ്റൻസും ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ മൂവിങ് സ്കെയിൽ. അതിനെയാണ് നമ്മൾ റിയോസ്റ്റാറ്റ്, ഈ ഒരു എക്യുപ്മെന്റിനെയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഇതുണ്ട്, റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ബോക്സ് ഇതൊക്കെ നിങ്ങൾ ലാബിൽ പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം റെസിസ്റ്റൻസ് ബോക്സ് ആണ് ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. അപ്പം ആ റെസിസ്റ്റൻസ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കാം, ഇങ്ങനെ ഒരു സ്ക്രൂ പോലെ ഒരു കാര്യമുണ്ട്, ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഈ റെസിസ്റ്റൻസ് ബോക്സിൽ എല്ലാ സ്ക്രൂസും ഫിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് സീറോ റെസിസ്റ്റൻസ് ആണ്, അതായത് അതിലൂടെ ഈസി ആയിട്ട് കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, ഇനി ആ ഓരോ സ്ക്രൂവിൻ്റെയും താഴെ അതിൻ്റെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതന്നെ അൺപ്ലഗ് ചെയ്യുമ്പോൾ, അതായത് ആ ഒരു സ്ക്രൂവിനെ അതിനകത്തുനിന്ന് എടുത്ത് മാറ്റുമ്പോൾ അത്രയും ഓം, ഇപ്പം 2 ഓമിനാണ് നമ്മൾ എടുത്ത് മാറ്റിയെന്നുണ്ടെങ്കിൽ, 2 ഓമിൻ്റെ പ്ലഗ് ആണ് നമ്മൾ എടുത്ത് മാറ്റിയെന്നുണ്ടെങ്കിൽ ആ 2 ഓം റെസിസ്റ്റൻസ് ആ ഒരു റെസിസ്റ്റൻസ് ബോക്സ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ അത് കണക്ട് ചെയ്യുമ്പം 2 ഓം റെസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ 2 പ്ലഗ് എടുത്ത് മാറ്റി, 2 ഓമിൻ്റെ തന്നെ 2 പ്ലഗ് എടുത്ത് മാറ്റിയെങ്കിൽ 4 ഓം റെസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് 3 ഓം ആണ് വേണ്ടതെന്ന് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ 2 ഓമിൻ്റെ ഒരു പ്ലഗും 1 ഓമിൻ്റെ ഒരു പ്ലഗും എടുത്ത് മാറ്റിയാൽ മതി. ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ബോക്സിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്, പിന്നെ വേരിയബിൾ റെസിസ്റ്റേഴ്സ്. അത് നിങ്ങൾക്ക് ലാബിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും ഇതെല്ലാം. ഓക്കെ, ഇതെല്ലാം ലാബിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ലാബിലും സ്കൂളിലും ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങളെ ഇതെല്ലാം ടീച്ചേഴ്സ് കാണിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ റെസിസ്റ്റൻസിന്റെ കാര്യം തന്നെയാണ് നമുക്ക് ഇനിയും പഠിക്കാനുള്ളത്. അപ്പം റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, അതായത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാറ്റി വെക്കുമ്പോഴും ഒക്കെ ഏതൊക്കെ രീതിയിൽ റെസിസ്റ്റൻസ് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്. അപ്പോൾ ഇതിലേക്ക് വരും മുമ്പ് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അതായത് ഇതിനെ സംബന്ധിച്ചുള്ള ആക്ടിവിറ്റി അല്ല, ഇതിന് മുമ്പ് ഒരു ആക്ടിവിറ്റി ഉണ്ട്, 12.2 പറഞ്ഞിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് 3 മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഒരു നിക്രോം വയർ, അതുപോലെ തന്നെ ഒരു ബൾബ്, അതുപോലെ തന്നെ ഒരു ടോർച്ചിൻ്റെ ബൾബ്, കുഞ്ഞു ബൾബ്. എന്നിട്ട് അതിൽ അമ്മീറ്റർ മാത്രമേ ഉണ്ട്. കാരണം നമുക്ക് നോക്കേണ്ടത് നിക്രോം വയർ വെക്കുമ്പോഴും ബൾബ് വെക്കുമ്പോഴും ടോർച്ചിൻ്റെ ബൾബ് വെക്കുമ്പോഴും അമ്മീറ്റർ റീഡിംഗ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ആ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം 3 കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്: നിക്രോം വയർ, ടോർച്ച് ബൾബ്, അതുപോലെ തന്നെ സാദാ ബൾബ്, നമ്മൾ ഉപയോഗിക്കുന്ന സാദാ ബൾബ്. അപ്പം ഈ 3 മെറ്റീരിയൽസും ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാം
മൂന്ന് ഡിഫറെൻറ്റ് അമ്മീറ്റർ റീഡിങ്സ്, അതായത് കറണ്ട് ഫ്ലോ 3 ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 3 കമ്പോണൻസ് എന്തൊക്കെയാണ്? നിക്രോം വയർ, ബൾബ്, ടോർച്ച് ബൾബ്. ഈ 3 കമ്പോണൻസിൽ നമ്മൾ കണ്ടു എമൗണ്ട് ഓഫ് കറണ്ട് ഡിഫറെൻ്റ് ആണെന്ന്. അതെന്തുകൊണ്ടാണെന്നാണ് ഇനി നമ്മളുടെ എക്സ്പ്ലനേഷൻ. നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ നമ്മൾ അലൈൻഡ്, അതായത് ഇലക്ട്രോൺസ് റാൻഡംലി ആണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പം അത് അലൈൻഡ് ആയിട്ട് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാ ഇലക്ട്രോൺസും മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്. അപ്പം പ്രോട്ടോൺസ് കുറച്ച് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കും. അതായത് അതിനോട് അടുത്ത് നിൽക്കുന്ന ഇലക്ട്രോൺസിനെ എല്ലാം അതിങ്ങനെ അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ആ ഇലക്ട്രോൺസ് ഈ മൂവ്മെന്റിന് ഒരു തടസ്സം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആ ഇലക്ട്രോൺസ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസ് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഒരു പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ആണ് റെസിസ്റ്റൻസ്, അല്ലേ? അപ്പോൾ ആ റെസിസ്റ്റൻസ് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ റെസിസ്റ്റൻസിന്റെ ബേസിസിൽ നമുക്ക് മെറ്റീരിയൽസിനെ 4 ആയിട്ട് പറയാം. കണ്ടക്ടേഴ്സ്. ഓക്കെ, കണ്ടക്ടേഴ്സ്. എന്താണ് കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ റെസിസ്റ്റൻസ് കൊടുക്കുന്നതിനെയാണ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിൽ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അത് ഈസി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ്, അതാണ് കണ്ടക്ടേഴ്സ്. ഇനി രണ്ടാമത് വന്നിട്ട് പുവർ കണ്ടക്ടേഴ്സ്. പുവർ കണ്ടക്ടേഴ്സ്. പുവർ കണ്ടക്ടേഴ്സിൽ അപ്രിഷിയബിൾ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്രിഷിയബിൾ, അതായത് റെസിസ്റ്റൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അപ്രീഷിയബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവുക. അതായത് അതിനകത്തുനിന്ന് കറണ്ട് പോകും, പക്ഷെ അപ്രീഷിയബിൾ എമൗണ്ടിൽ മാത്രമേ കറണ്ട് പോകുള്ളൂ. അപ്പം അപ്രീഷിയബിൾ റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് റെസിസ്റ്റേഴ്സ് ആണ്. റെസിസ്റ്റേഴ്സ്. ഓക്കെ, റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സിന് ഹൈ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, ഹൈ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടക്ടേഴ്സ് ലോ റെസിസ്റ്റൻസ് ആണ്. പുവർ കണ്ടക്ടേഴ്സ് അപ്രിഷിയബിൾ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റേഴ്സ് ഹൈ റെസിസ്റ്റൻസ് ആണ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ഇൻസുലേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഹയർ റെസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹയർ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് എന്തിനാണ്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ടിലേക്ക്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്താണ്? CPRI. CPRI. ഓക്കെ, CPRI എന്ന് ഓർത്തിരുന്നാൽ മതി. CPRI. അതായത് കണ്ടക്ടേഴ്സ്, പുവർ കണ്ടക്ടേഴ്സ്, റെസിസ്റ്റേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇനി നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് പോകാം. ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപെൻഡ്. 4 വയേഴ്സ് എടുക്കാം. 4 വയേഴ്സ്. ഫസ്റ്റ് നിക്രോം വയർ. നോർമൽ ഒരു 0.5 സെന്റിമീറ്ററിന്റെ ഒരു നിക്രോം വയർ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് രണ്ടാമത് നമ്മൾ ഈ നിക്രോം വയറിന് തന്നെ ഡബിൾ ലെങ്ത് കൂട്ടിയിട്ടുള്ള ഒരു നിക്രോം വയർ എടുക്കുന്നു. പിന്നെ നമ്മൾ എടുക്കുന്നത്, അപ്പം ലെങ്ത് കൂടിയാലും അതിന്റെ തിക്നെസ് കൂട്ടുന്നില്ല, നമ്മൾ ലെങ്ത് മാത്രമേ കൂട്ടുന്നുള്ളൂ. പിന്നെ മൂന്നാമത് നമ്മൾ എടുക്കുന്നത് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് തിക്നെസ് കൂട്ടിയിട്ടുള്ള ഒരു മെറ്റാലിക് വയർ അല്ലെങ്കിൽ നിക്രോം വയർ നമ്മൾ എടുക്കുന്നു. ഇത് 3 നിക്രോം വയേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നോർമൽ 0.5 സെന്റിമീറ്ററിന്റെ ഒരു നിക്രോം വയർ നമ്മൾ എടുത്തു. പിന്നെ ഡബിൾ ദ ലെങ്ത് ഓഫ് ഫസ്റ്റ് നിക്രോം വയർ എടുത്തു ഓഫ് ദ സെയിം തിക്നെസ്. ദെൻ വി ഹാവ് ടേക്കൺ ദ തേർഡ് വയർ ആസ് ദ ഡബിൾ ദ തിക്നെസ് ഓഫ് ദ നിക്രോം വയർ ദാറ്റ് വി ഹാവ് ടേക്കൺ. പിന്നെ നമ്മൾ നാലാമത് എടുക്കുന്നത് എ കോപ്പർ വയർ. Now for this activity, let us see the circuit diagram. Circuit diagram is like this. Here there will be a battery, then a plug, then an ammeter connected here. The negative of the ammeter is connected to the negative of the cell and positive to the positive. Then there will be a gap here. Okay, there is a gap here. So in this gap we are going to connect the first nichrome wire of length 0.5 centimeter, then nichrome wire of the double the length, and then nichrome wire of double thickness, and then copper wire. So we are doing the experiment and we are noting the ammeter reading. Now from the ammeter reading we can see that when wire of double length was used,
the current is decreased. So we can say current is inversely proportional to length of the wire. As length increases, current decreases. Now in the third case we used the wire of double thickness. So when it was used, the current was directly proportional to area of the cross section. That means when thickness increased, current increased. And in the fourth case, when copper was used, we got another value in the ammeter reading. On the basis of Ohm's law, we can say resistance is directly proportional to length and resistance is inversely proportional to area of cross section. Why? Because electric current is inversely proportional to resistance. So here resistance is directly proportional to length and resistance is inversely proportional to area of cross section. ഇവിടെ നമുക്കറിയാം ഐയും ആറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ഐ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഐ കുറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് അവിടെ കൂടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ തിക്നെസ് കൂടുന്നതനുസരിച്ച് ഐ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതായത് ഫ്ലോ ഓഫ് കറണ്ട് കൂടുക എന്ന് വെച്ചാൽ എന്താണ് റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ രണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് വരാം. R is directly proportional to L by A. Length and inversely proportional to area. Area denominatorയിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇപ്പം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയേണ്ട, R is proportional to L by A. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം. അപ്പം R is equal to നമ്മളിവിടെ കൊടുക്കുന്ന പ്രൊപ്പോർഷണാലിറ്റി സൈൻ എന്ന് പറയുന്നത് റോ ആണ്. റോ ഓക്കെ, റോ എന്ന് പറയുന്നത് RHO. റോ എന്ന് പറയുന്നതും ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. നമ്മൾ ഓം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഇത് ഇവിടുത്തെ റെസിസ്റ്റിവിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ, റെസിസ്റ്റിവിറ്റി. അപ്പം ഇത് എന്താണ് റെസിസ്റ്റിവിറ്റി. അപ്പം റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു resistivity into length divided by area of cross section. അപ്പം factors on which resistance of a conductor depends എന്ന് പറയുന്നത് R is equal to rho L by A. ഇനി എന്താണ് റോ? നമ്മളിപ്പം ഇവിടെ കോപ്പറിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ. കോപ്പറും നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പം കോപ്പർ യൂസ് ചെയ്തപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അമ്മീറ്റർ റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം റെസിസ്റ്റിവിറ്റി ഈസ് എന്താണ് പ്രോപ്പർട്ടി, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. അപ്പം ഏത് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്യുന്നത് അതിന് ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ടാവും. ആ റെസിസ്റ്റിവിറ്റി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന റോ. മനസ്സിലായോ? അതായത് ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനൊരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് ആയിരിക്കും. അതായത് നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതനുസരിച്ച് അത് സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ലെങ്ത്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഏരിയയോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ റെസിസ്റ്റിവിറ്റി കൊണ്ടാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇതിൽ നിന്നും നമുക്ക് റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നോക്കാം. റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു R ഇൻറ്റു എ ബൈ എൽ. ഓക്കെ, R ഇൻറ്റു എ ബൈ എൽ അതാണ് റെസിസ്റ്റിവിറ്റി. അപ്പം റെസിസ്റ്റിവിറ്റി എപ്പോഴും ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റെസിസ്റ്റിവിറ്റി ഈസ് ദ ദാറ്റ് ഈസ് റോ. റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിത്ത് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്ത്. അപ്പം യൂണിറ്റ് ലെങ്ത് ഉള്ളതും യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റിയെ കുറിച്ച് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസ്, അലോയ്സ് ഇതിനെല്ലാം റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കും. അതായത് അതിൻ്റെ റേഞ്ച് വരുന്നത് 10⁻⁻6 to 10⁻⁻8 റേഞ്ചിലായിരിക്കും റെസിസ്റ്റിവിറ്റി വരുന്നത് മെറ്റൽസിൻ്റെയും അലോയ്സിൻ്റെയൊക്കെ. അതായത് സിൽവറിനാണ് ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റി ഉള്ളത്. അതായത് സിൽവർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെയുള്ളത് കോപ്പർ, പിന്നെ അലൂമിനിയം, പിന്നെ ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ഒക്കെ അറിയാമല്ലോ. എന്തിനാണ് ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നത്?
ഫിലമെന്റ്സ് അല്ലെ, ബൾബിനകത്തെ ഫിലമെന്റ്സിലാണ് നമ്മൾ ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, റെസിസ്റ്റിവിറ്റി കുറവായതുകൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നത്. പിന്നെ നിക്കിൾ വരും, പിന്നെ ക്രോമിയം, പിന്നെ മെർക്കുറി, പിന്നെ നമ്മൾ പറയുന്നത് മാംഗനീസ്. അപ്പോൾ ഇത്രയും മെറ്റൽസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെറ്റൽസിനെല്ലാം കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ഇത്രയും മെറ്റൽസ് ആണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും മെറ്റൽസിന്റെ മാത്രം കണ്ടക്ടിവിറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാല്യൂസ് പഠിക്കണം എന്നില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സിൽവർ, കോപ്പർ, അലൂമിനിയം, ടങ്സ്റ്റൺ, നിക്കിൾ, ക്രോമിയം, മെർക്കുറി, മാംഗനീസ്. ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് കാറ്റ്, CAT കാറ്റ്. ഓക്കെ, എന്താണ് C ഫോർ കോപ്പർ, A ഫോർ അലൂമിനിയം, T ഫോർ ടങ്സ്റ്റൺ. പിന്നെ നിക്രോം എന്നുള്ള രീതിയിൽ അങ്ങ് ഓർത്തിരുന്നാൽ മതി. നിക്കിൾ, ക്രോമിയം, മെർക്കുറി, മാംഗനീസ്. അപ്പം നിക്രോം എന്നുള്ള രീതിയിൽ ഇതങ്ങ് ഓർത്തിരിക്കുക. അപ്പം എന്താണ് എസ് കാറ്റ് നിക്രോം, ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് പഠിക്കാം. പക്ഷെ പഠിക്കണമെങ്കിൽ അതിൻ്റെ താഴെ ആ ടേബിളിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, അത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി അല്ല എന്നുള്ളതും എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം മെറ്റൽസ്, അലോയ്സ് മെറ്റൽസിനും എന്താണ് 10⁻6 to 10⁻−8 ആണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി വരുന്നത്. അത് വളരെ കുറവാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി. എന്താണ് ഇൻസുലേറ്റേഴ്സ്, അതായത് റബ്ബർ, ഗ്ലാസ് പോലുള്ള ഇൻസുലേറ്റേഴ്സിൻ്റെ ഈ റെസിസ്റ്റിവിറ്റി റേഞ്ച് വരുന്നത് 10⁻12 to 10⁻16 ആണ്. അപ്പം നോക്കിക്കേ, ആ ഒരു മാറ്റം വന്നത് കണ്ടോ, ഇവിടെ നെഗറ്റീവ് ആണ് ഇവിടുത്തെ റെസിസ്റ്റിവിറ്റി. അപ്പം അത്രയും ലോ റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ് മെറ്റൽസും അലോയ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇൻസുലേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഹയർ റെസിസ്റ്റൻസ് ആണ് ഇൻസുലേറ്റേഴ്സിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിസ്റ്റിവിറ്റി 10⁻12 ഉം 10⁻16 ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക. അതായത് ഗ്ലാസിനാണോ കൂടുതൽ, റബ്ബറിനാണോ കൂടുതൽ, അങ്ങനെയൊന്നും കമ്പാരിറ്റീവ് ആയിട്ടൊന്ന് നിങ്ങൾ നോക്കി പഠിച്ചു വെക്കുക. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് പറയാനുള്ള അലോയ്സിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റൽസിന്റെയും അലോയ്സിന്റെയും ഒക്കെ റെസിസ്റ്റിവിറ്റി 10⁻⁻6 മുതൽ 10⁻⁻8 വരെയാണ്. അപ്പോൾ അത് ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അലോയ്സിന്റെ പ്രത്യേകത എന്താണ് അലോയ്സിന്റെ പ്രത്യേകത? നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. എന്താണ് അലോയ്സ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ് അലോയ്സ് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ അലോയ്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് ഓക്സിഡൈസ് ഈസിലി. അതായത് ഇത് പെട്ടെന്ന് എത്ര ചൂട് ഇതിനകത്തുനിന്ന് പോയാലും, അതായത് എത്ര കറണ്ട് പോയാലും ഓക്സിഡൈസ് ആവത്തില്ല. എത്ര ചൂടായാലും ഇത് ഓക്സിഡൈസ് ആവത്തില്ല. ഓക്സിഡൈസ് ആവാന്ന് വെച്ചാൽ എന്താണ്? ബേൺ ആവത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് എന്തിലാണ് യൂസ് ചെയ്യുന്നത്? ഇത് ഇലക്ട്രിക് ടോസ്റ്റേഴ്സ്, അയൺ ബോക്സ്, ഇലക്ട്രിക്കൽ അയൺ, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ അലോയ്സ് ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഡസ് നോട്ട് ഓക്സിഡൈസ് ഈസിലി അല്ലെങ്കിൽ ബേൺ ഈസിലി. ഓക്കെ, അതാണ് ഫസ്റ്റ് റീസൺ. ഇനി സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് അലോയ്സിനകത്ത് അതിൻ്റെ കോൺസ്റ്റുവന്റ് മെറ്റീരിയൽസിനെക്കാട്ടിലും അല്ലെങ്കിൽ കോൺസ്റ്റുവന്റ് മെറ്റൽസിനെക്കാട്ടിലും കൂടുതലായിരിക്കും അലോയ്സിന്റെ റെസിസ്റ്റിവിറ്റി. ഓക്കെ, അലോയ്സിന്റെ റെസിസ്റ്റിവിറ്റി ഈസ് ഹയർ ദാൻ ദ കോൺസ്റ്റുവന്റ് മെറ്റൽസ്. ഒരു കോൺസ്റ്റുവന്റ്, അതിനകത്ത് ഒരു അലോയ് ഉണ്ടാക്കാൻ എടുത്തേക്കുന്ന, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിക്രോം എന്ന് പറയുന്ന വയറിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു? നിക്കിൾ ഉണ്ട്, ക്രോമിയം ഉണ്ട്, പിന്നെന്താണുള്ളത്? മാംഗനീസ് ഉണ്ട്, അയൺ ഉണ്ട്. അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും റെസിസ്റ്റിവിറ്റിയെക്കാട്ടിലും കൂടുതലായിരിക്കും എന്ത്? നിക്രോമിന്റെ റെസിസ്റ്റിവിറ്റി, ഹയർ ദാൻ ദ കോൺസ്റ്റുവന്റ് മെറ്റൽ. So why do we use alloys? Alloys in a conductor because it do not oxidize or burn easily. So they are also used in electric toasters and electric iron box. Now second reason is their resistivity is higher than the constituent metals used for making the alloy. For example, nichrome. Two more examples are also given in your textbook for alloys. First one is Magnanan, Magnan. Magnanan. It is an alloy of manganese, copper and nickel. Okay, manganese, copper and nickel. Magnanan. Then second example is
constantan. Okay, constantan. It is an alloy of copper and nickel. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ റെസിസ്റ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ അലോയ്സിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പം പറഞ്ഞു. നിങ്ങൾക്ക് 3 അലോയ്സ് ആണ് പഠിക്കാനുള്ളത്, നിക്രോം, മാഗ്നനൈറ്റ് ആൻഡ് കോൺസ്റ്റാൻറ്റൻ. ഇതൊക്കെയൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതിൽ ഉള്ള കോൺസ്റ്റൻറ്റ് മെറ്റൽസ് ഏതൊക്കെയാണെന്നും ഇതുകൊണ്ടുണ്ടായ അലോയ് ഏതാണെന്നും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, അലോയ്സിന്റെ പ്രത്യേകതയാണ്. അലോയ്സ് എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ടോസ്റ്റേഴ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ അയൺ ബോക്സിലോ ഒക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളുടെ മെറ്റൽസിന്റെ റെസിസ്റ്റിവിറ്റി നമ്മളിവിടെ പറഞ്ഞു. അപ്പം സിൽവർ, കോപ്പർ, അലൂമിനിയം ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അല്ലെ. ഇനി ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസിൽ ഉപയോഗിക്കുന്ന മെറ്റൽസ് കോപ്പറും അലൂമിനിയവും ആണ്. ഓക്കെ, കോപ്പർ ആൻഡ് അലൂമിനിയം. കോപ്പറും അലൂമിനിയം ആണ് നമ്മൾ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈനിൽ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, മറന്നു പോകരുത്, ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈനിൽ ഉപയോഗിക്കുന്ന 2 മെറ്റൽസ് കോപ്പറും അലൂമിനിയം ആണ്. അപ്പം റെസിസ്റ്റിവിറ്റി എന്തിനാണ് ഏറ്റവും കുറവ്? സിൽവറിനാണ്. പക്ഷെ സിൽവർ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല. പിന്നുള്ളത് കോപ്പറും അലൂമിനിയം ആണ്. അപ്പം കോപ്പറും അലൂമിനിയവും ആണ് നമ്മൾ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈനിൽ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. കോപ്പറും അലൂമിനിയവും കഴിഞ്ഞ് വരുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റൺ നമ്മൾ ബൾബിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ടങ്സ്റ്റൺ നമ്മൾ ബൾബിന്റെ ഫിലമെന്റ്സിലാണ് ഉപയോഗിക്കുന്നത്. ബൾബ്. ഓക്കെ, ബൾബിന്റെ ഫിലമെന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 1 മാർക്ക് ക്വസ്റ്റ്യനിലുള്ള വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ടങ്സ്റ്റൺ എവിടെയാണ്? ബൾബിന്റെ ഫിലമെന്റ്സിൽ. കോപ്പറും അലൂമിനിയം ആണ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റല് സിൽവർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഓംസ് ലോ ആണ്. ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും മെയിൻ പോർഷനാണ് ഓംസ് ലോ. അത് നല്ല രീതിയിൽ തന്നെ പഠിക്കണം. അപ്പം വീഡിയോ ഒരു 2-3 വട്ടം ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ എഴുതിയെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് എളുപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വിക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വായിച്ചെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കാനോ വളരെ ബുദ്ധിമുട്ടാണ്. സൈഡിൽ എഴുതി വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് ഓർക്കും. നമ്മൾ പെട്ടെന്ന് ഇന്ന പേജിൽ ഇന്നടുത്ത് നമ്മൾ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഇത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നല്ല രീതിയിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. വായിക്കുന്നതിനോടൊപ്പം വീഡിയോ കാണുന്ന സമയത്ത് ഈ കാര്യങ്ങൾ, ഈ പോയിന്റ്സ് എല്ലാം അതിൻ്റെ സൈഡിൽ എഴുതി വെക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ബൈ ബൈ.